മക്കളെ, അപ്പൊ ഇതാ നമ്മുടെ എക്സാംസ് വരാൻ പോവാണ്. നമുക്ക് കാര്യമായിട്ട് 2 പോംസ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? യെസ്, പോയിട്രി എന്ന് പറഞ്ഞ നമ്മുടെ പാബ്ലോ നെരൂദ എഴുതിയ പോം ഉണ്ട്. അതേപോലെ ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ അല്ലെ, WB യേറ്റ്സിന്റെ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ഉണ്ട്. അപ്പൊ ഈ 2 പോംസ് നമ്മൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നമ്മുടെ 9th-ലും 10th-ലും ഒക്കെ ഏറെക്കുറെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ സിമിലർ ആണ് അല്ലെ. പോയിട്രിയുടെ കാര്യം നോക്കുമ്പോൾ ഏതൊക്കെയാണ്? യെസ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ വരാറുണ്ട്. പിന്നെ നമുക്ക് ഏതാ വരാറ്? നമുക്ക് അപ്രീസിയേഷൻ വരാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളൊരു അപ്രീസിയേഷൻ എഴുതുമ്പോൾ നോക്കേണ്ടത്? ഏതൊക്കെ ടൈപ്പിലാണ് നമ്മുടെ അപ്രീസിയേഷൻ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, ഇനി വരുമ്പോൾ ഏതൊക്കെ ടൈപ്പിൽ വരും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2020 വന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വിചാരിക്കും മിസ് എന്തിനാ ഇപ്പൊ മാർച്ച് 2020 ക്വസ്റ്റ്യൻ എടുത്ത, ക്രിസ്മസിന്റെ ക്വസ്റ്റ്യൻ എടുത്തൂടെ? ക്വസ്റ്റ്യന്റെ പാറ്റേൺ സിമിലർ ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം. എന്ത്? റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം പോയിട്രി ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ. അപ്പൊ എന്തൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്? തീം ഉണ്ടെങ്കിൽ, ഇമേജറി ഉണ്ടെങ്കിൽ, പോയിറ്റിക് ഡിവൈസസ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്രീസിയേഷൻ എഴുതണം. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ പോം ഫുൾ തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ആദ്യം അപ്രീസിയേഷൻ എഴുതാൻ വരുമ്പോൾ 4 പാരഗ്രാഫ് ആയിട്ട് നമ്മൾ നമ്മുടെ അപ്രീസിയേഷനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു, ഞാൻ ഫസ്റ്റ് പാരയിൽ എന്തൊക്കെ കൊടുക്കും? ഡീറ്റെയിൽസ് കൊടുക്കും. എനിക്ക് എന്തൊക്കെ ഈ കവിതയെ പറ്റി ഡീറ്റെയിൽസ് അറിയാവോ അതൊക്കെ ഞാൻ കൊടുക്കും. അപ്പൊ അതിൽ എന്തൊക്കെ പെടും? നെയിം ഓഫ് ദ പോം, പോയറ്റ്, സ്ട്രക്ചർ ആൻഡ് തീം അല്ലേ. അപ്പൊ ഒട്ടും അറിയാത്ത ഒരാളെ നിങ്ങൾ ഈ കവിതയിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പറയും? കവിതയുടെ പേര് പറയാ, പോയറ്റിന്റെ പേര് പറയാ, നമ്മുടെ കവിതയുടെ സ്ട്രക്ചർ പറയാ, തീം പറയാ. അപ്പൊ ദാ ഇവിടെ നോക്കുക, നമ്മൾ ഈ അപ്രീസിയേഷന്റെ ഫസ്റ്റ് പാര എഴുതുമ്പോൾ നെയിം ഓഫ് ദ പോം എന്താണ്? പോയിട്രി ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോം റിട്ടൺ ബൈ. നിങ്ങൾക്ക് നമ്മുടെ പോയിറ്റിനെ പറ്റി എന്താ അറിയാം? നൊബേൽ പ്രൈസ് വിന്നർ ആണെന്ന് അറിയാം എങ്കിൽ അത് എഴുതുക. അദ്ദേഹത്തിന്റെ നാട് അറിയാം എങ്കിൽ അത് എഴുതുക. എന്താ? ചിലിയൻ പോയിറ്റ്, നൊബേൽ പ്രൈസ് റെസിപ്പിയന്റ്. ആരാണത്? നമ്മുടെ പാബ്ലോ നെരൂദ എഴുതിയതാണ്. ഓക്കെ, അപ്പൊ പോവുമായി, പോയിറ്റിന്റെ പേരായി. ഞാൻ പറയാണ് അതിന്റെ തീം. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാം തീം ഓഫ് ദ പോം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ദ പോം ടോക്സ് അബൌട്ട് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? യെസ്, അറൈവൽ ഓഫ് പോയിറ്റിക് ഇമാജിനേഷൻ അല്ലെ. പോയിറ്റിക് ഇമാജിനേഷന്റെ ആ വരവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? തീം കൊടുത്തു. ആൻഡ് നമ്മുടെ ഫസ്റ്റ് പാര നമ്മൾ എങ്ങനെയാ എൻഡ് ചെയ്യുന്നത്? ദ പോം ഇസ് എ ഫ്രീ വേഴ്സ്. അപ്പൊ ഞാൻ പറയാണ്, പോമില് നമുക്ക് അങ്ങനെ സ്ട്രക്ചർ നോക്കാനുണ്ടോ? ഇല്ല. മീറ്റർ ഉണ്ടോ? ഇല്ല. റൈമിംഗ് വേർഡ്സ് ഉണ്ടോ? റൈം സ്കീം ഉണ്ടോ? ഇല്ല, അതും ഇല്ല. അപ്പൊ എങ്ങനത്തെ പോമാണ്? ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനത്തെയാണ്? ഫ്രീ വേഴ്സ് ആണ്, ഫ്രീ സ്റ്റൈൽ പോയിട്രി ആണ്. അത് എഴുതാം. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സൈഡിൽ എന്ത് എഴുതാം? ഇതിന് സ്ട്രക്ചർ ഇല്ല, ഇതിന് റൈമിംഗ് വേർഡ്സ് ഇല്ല, റൈം സ്കീം ഇല്ല എന്നൊക്കെ എഴുതാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ദാ നമ്മുടെ ഫസ്റ്റ് പാര കഴിഞ്ഞു. അപ്പൊ മക്കളെ, നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തന്നിട്ടുള്ള സ്റ്റാൻസയുടെ സമ്മറി നമ്മൾ അങ്ങോട്ട് എഴുതും. ഓക്കെ, അപ്പൊ ദാ നമ്മുടെ സെക്കൻഡില് നമ്മൾ സമ്മറൈസ് ചെയ്യാൻ പോവാണ്, നമ്മൾ സമ്മറി എഴുതാൻ പോവാണ്. അപ്പൊ നമ്മൾ ദാ ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. എന്താണ് ക്വസ്റ്റ്യൻ? ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയിട്രി അറൈവ്ഡ് അല്ലേ. നമ്മൾ സമ്മറി എഴുതുമ്പോൾ എന്തൊക്കെ പറയണം? ദാ ഇതൊരു അബ്രപ്റ്റ് ബിഗിനിങ് ആണ്, ഇതൊരു കൺജങ്ഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അതൊക്കെ എഴുതാം. ഓക്കെ, പിന്നെ നമ്മൾ ലൈൻ ബൈ ലൈൻ ഡിസ്കസ് ചെയ്തതാണ്, അത് അതേപോലെ ഡീറ്റെയിൽഡ് സമ്മറി കൊടുക്കാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് കഴിഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ ഇതാ, ദ പോം ടോക്സ് അബൌട്ട് ദി അറൈവൽ ഓഫ് പോയിറ്റിക് ഇമാജിനേഷൻ, ഇറ്റ് അബ്രപ്റ്റ്ലി ബിഗിൻസ് വിത്ത് എ കൺജങ്ഷൻ, അതൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതാ പതുക്കെ നമ്മുടെ തേർഡ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരഗ്രാഫിലേക്ക് കടക്കുകയാണ്. എന്താണത്? പോയിറ്റിക് ഡിവൈസസ് ആണ്. അതെ, എല്ലാവർക്കും അറിയാം എന്താണത്? പോയിറ്റിക് ഡിവൈസസ് ആണ്. അപ്പൊ ഒരു പോയിറ്റിക് ഡിവൈസസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് ആ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? അഡീഷണലി പോയിറ്റ് യൂസസ് സർട്ടൻ പോയിറ്റിക് ഡിവൈസസ് ടു ബ്യൂട്ടിഫൈ ദ പോം എന്ന് പറയാം. അപ്പൊ എന്തൊക്കെയുണ്ട് നമുക്ക് ഇതിൽ പോയിറ്റിക് ഡിവൈസസ് എന്ന് പറയാൻ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എന്തൊക്കെയായിരിക്കും അത്? പോയിട്രി അറൈവ്ഡ് എന്താണ്? പെർസോണിഫിക്കേഷൻ ആണ്. റെപ്പറ്റീഷൻ കാണാനുണ്ട്. എവിടെ? ഐ ഡോണ്ട് നോ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? റെപ്പറ്റീഷൻ ഉണ്ട്. പിന്നൊരു സംഭവം കൂടി ഉണ്ടല്ലോ. എന്താണത്? കൺട്രാസ്റ്റിംഗ് ഇമേജസ്. യെസ്, എവിടെ? ദേ വർ നോട്ട് വോയിസസ്, ദേ വർ നോട്ട് വേർഡ്സ് നോട്ട് സൈലൻസിൽ എന്തുണ്ട്? കൺട്രാസ്റ്റിംഗ് ഇമേജ് ഉണ്ട്. പിന്നെ ഫ്രം എ വിൻഡർ ഓർ എ റിവർ എന്താണ്? കൺട്രാസ്റ്റിംഗ് ഇമേജസ് ആണ്. ഓക്കെ, അതേപോലെ നിങ്ങൾ അലിട്രേഷൻ ആയിക്കോട്ടെ, സിമിലി നമുക്ക് ഇതിൽ യൂസേജ് വരുന്നില്ലല്ലോ. അപ്പൊ അലിട്രേഷൻ ആയിക്കോട്ടെ, മെറ്റഫേഴ്സ് ആയിക്കോട്ടെ, ഒക്കെ പിക്ക് ഔട്ട് ചെയ്തിട്ട് എഴുതുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? കോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളത് കാര്യമായിട്ട് കോട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ ലാസ്റ്റ് പാര അല്ലെങ്കിൽ നമ്മുടെ ഫോർത്ത് പാരയിൽ നമ്മൾ എന്താ കൊടുക്കാനുള്ളത്?
നമ്മുടെ 4th പാരയിൽ നമ്മളിത് കൺക്ലൂഡ് ചെയ്യാണ്. കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഐ ലവ് ദിസ് പോം ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഫിലോസോഫിക്കൽ സ്റ്റാൻഡ് അല്ലേ. ഇപ്പം ഞാൻ പറയണം ഐ ലവ് ദിസ് പോം ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഫിലോസോഫിക്കൽ സ്റ്റാൻഡ് എന്ന് പറയാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ വേറൊരു സംഭവം കൂടെ ചെയ്യാം. എന്ത്? നമ്മൾ പതിയെ ഒരു ലൈൻ നമ്മൾ ഇതിന്ന് കോട്ട് ചെയ്തു. നമുക്ക് ഈ തന്നിട്ടുള്ള സ്റ്റാൻഡ്സിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ കോട്ട് ചെയ്യാണ്. അപ്പം ഞാൻ പറയാം I was without a face ഇല്ലേ, ഞാനിതായി I was without a face and it touched me എന്നുള്ളത് ഞാൻ കോട്ട് ചെയ്തിട്ട് this is the most philosophical line that I've ever heard and this makes the poetry more attractive എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് എനിക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ലൈനും കൂടെ നിങ്ങൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്രിസിയേഷൻ ഫുൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതാ നമുക്ക് കാര്യമായിട്ട് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്രിസിയേഷൻ വരാനുള്ള ചാൻസസ് 95% ഉണ്ട്. അപ്പോൾ എന്തായാലും അപ്രിസിയേഷൻ്റെ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ആൻഡ് നമ്മൾ പഠിച്ച നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പാരയില്ലേ പോയട്രി ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ അടുത്ത പോവും നമ്മുടെ ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ആണെങ്കിൽ നമ്മുടെ കോണ്ടന്റ് വീഡിയോയിൽ അതിൻ്റെയും അപ്രിസിയേഷനും ഫസ്റ്റ് പാരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ മിസ് ചെയ്യാതിരിക്കുക. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളോട് ഇതും നമ്മുടെ അപ്രിസിയേഷൻ ആണല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? റീഡിങ് കോംപ്രിഹെൻഷൻ. അപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ നമ്മൾ എങ്ങനെ ആൻസർ പറയും? ഓക്കെ, എങ്ങനെ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് മാത്രമേ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ വേണം അല്ലേ നമ്മുടെ പോം എന്തിനെ പറ്റിയിട്ടാണെന്ന്. ദ പ്രീസ്റ്റ് റോഡ് നൗ ആസ് ഹി നെവർ റോഡ്. ഇപ്പോൾ നമ്മുടെ പ്രീസ്റ്റ് എന്തായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിൻ്റെ കുതിരയെ ഓടിച്ചുകൊണ്ട് അദ്ദേഹം സ്പീഡിൽ പോവാണ് അല്ലേ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പോയത്? കാരണം നമ്മുടെ ആ ഒരു ഓൾഡ് സിക്ക് മാൻ എന്താ വയ്യാണ്ട് കിടക്കുകയാണ്. ഇദ്ദേഹമാണെങ്കിലോ ഉറങ്ങിപ്പോവും ചെയ്തു അല്ലേ. അപ്പോൾ he felt a strong regret എന്ന് പറയാം. നമുക്ക് എന്ത് പറയാം? he felt a strong regret for not tending to the sick old man എന്ന് പറയാം. അല്ലെങ്കിൽ he felt like he had neglected his duty എന്ന് പറയാം. അപ്പോൾ അതൊക്കെ എന്താണ്? ഇതിന്റെ പോസിബിൾ ആൻസേഴ്സ് ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തേതോ what happened to the sick man? എന്താ സംഭവിച്ചത്? he died an hour ago. നമുക്ക് ഇത് തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? the sick old man died എന്ന് പറയാം, അല്ലെങ്കിൽ the old man was dead എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയി. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് why did the old priest sway in grief? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് ഇങ്ങനെ സ്വേ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഫസ്റ്റ് ആൻസർ തന്നെയാണ് നമ്മുടെ തേർഡിന്റെ ആൻസർ. എന്ത്? ബിക്കോസ് ഹി ഫെൽറ്റ് സ്ട്രോങ് റിമോഴ്സ് അല്ലേ. റിമോഴ്സ് ഫീൽ ചെയ്തു, റിഗ്രറ്റ് ഫീൽ ചെയ്തു. ഈ വേർഡോടെ എഴുതി വെക്കുക. എന്താണ്? റിമോഴ്സ് ഫീൽ ചെയ്തു, റിഗ്രറ്റ് ഫീൽ ചെയ്തു. അതായത് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഞാൻ ചെയ്തില്ല എന്നുള്ള ആ ഒരു ഫീലിങ്സ് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സ്വേ ചെയ്തുകൊണ്ട് നടന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടേം 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. പിക്ക് ഔട്ട് എ വിഷ്വൽ ഇമേജ്. ഇതിൽ ഏതാ വിഷ്വൽ ഇമേജ്? റോക്കി ലെയിൻ ആൻഡ് ഫെൻ. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നില്ലേ ബുദ്ധിമുട്ടുള്ള കല്ലും മുള്ളും ഒക്കെ ഉള്ള വഴി? റോക്കി ലെയിൻ ആൻഡ് ഫെൻ, ഇങ്ങനെ ഇടുങ്ങിയിട്ടുള്ള ഒരു വഴി. അപ്പോൾ നമുക്കറിയാം അതെന്താണ്? വിഷ്വൽ ഇമേജ് ആണ്. എഗെയിൻ നമ്മുടെ ആനുവൽ എക്സാം 2021 ചോദിച്ചിട്ടുള്ളത് ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ തന്നെയാണ്. എന്താണ്? upon the time of sparrow chirp when moths came once more. അതിന് എന്താ ചോദിച്ചത്? pick out the reference in the first answer that tells you that it's early in the morning. അപ്പോൾ ഏതെന്നാണ് നിങ്ങൾക്ക് രാവിലെ ആയി എന്ന് മനസ്സിലാവുന്നത്? upon the time of sparrow chirp അല്ലേ, കിളികളുടെ ശബ്ദം ഉണ്ടാക്കുന്ന ആ ഒരു സമയം. when the moths came once more. ഇത് രണ്ടും എന്താണ്? ആ സമയത്തെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ 6th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഐഡന്റിഫൈ ആൻ ഇൻസ്റ്റൻസ് ഓഫ് അലിട്രേഷൻ. അലിട്രേഷൻ എവിടെ? ദി ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗിലിഗൻ പേർപ്പിൾ സൗണ്ട് എന്താണ്? അലിട്രേഷൻ ആണ്. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിരിക്കുന്നു. ഹൗ ഡിഡ് പീറ്റർ ഗിലിഗൻ എക്സ്പ്രസ് ഹിസ് സാഡ്നെസ് ഇൻ നോട്ട് പെർഫോമിംഗ് ഹിസ് ഡ്യൂട്ടി? അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സാഡ്നെസ് കാണിച്ചിട്ടുള്ളത്? മാവ്രോൺ അദ്ദേഹം എന്നിട്ട് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് he roused his horse out of its sleep and rode with little careless. സ്വന്തം കാര്യം ഒന്നും ആലോചിക്കാതെ അദ്ദേഹം ഓടാണ് ആ ഒരു സിക്ക് പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലാവും? he is really sad about not performing his duty എന്നുള്ളത്. And what did
പീറ്റർ ഗില്ലിഗൻ ഡു വൺസ് ഹി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക്? അപ്പോൾ അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലായപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, ആൻഡ് പോയിട്രി നല്ല അടിച്ചു പൊളിച്ച് പഠിക്കുക.